വേറെ പ്രശ്നമൊന്നുമില്ല. അതെന്താന്നോ, അവള് കുറച്ച് ദിവസമായിട്ട് നിങ്ങളെല്ലാം കാണുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കരുതി നിന്റെ വീട്ടിലെങ്ങനെ വന്നിട്ടുണ്ടാവുന്നു. അതുകൊണ്ടാ ഞാൻ. ജാനകി വന്നു. ശരി ശരി, നീ കിടന്നോ. ഞാൻ പിന്നീട് സമാധാനമായിട്ട് വിളിച്ചോളാം. ശരി ശരി. ജാനകി ആന്റി വന്നോ? ഇനി എവിടുന്ന്? ഇല്ല മോളെ, വന്നിട്ടില്ല. ഞാൻ പപ്പുനോട് കള്ളം പറഞ്ഞതാ. അല്ലെങ്കിൽ അവൻ ടെൻഷൻ അടിക്കും. ചിലപ്പോ ഈ രാത്രി തന്നെ അമ്മയെ വിളിച്ചുണർത്തും. അവളെ കണ്ടോ? കണ്ടായിരുന്നോ ആന്റി? കിരൺ സർ, ഇല്ല. ഞങ്ങൾ ജാനകി ആന്റി എല്ലായിടത്തും തിരിഞ്ഞു, പക്ഷെ ആന്റി ഇവിടെ എങ്ങുമില്ല. ഞാൻ എത്ര നേരമായിട്ട് പറയുന്നു ആന്റി കിഡ്നാപ്പ് ചെയ്തതാ. സൃഷ്ടി, നീ ആദ്യം നിന്റെ വായ നടച്ചു വെക്കേ. ഇങ്ങനെ വായിൽ വരുന്നത് വിളിച്ചു പോവും. ഒരു മിനിറ്റ് ആന്റി, എനിക്ക് തോന്നുന്നത് ആന്റിക്ക് എല്ലാം ഓർമ്മ വന്നു കാണുന്ന. സിന്ദൂര ഹാളിൽ എന്താ ഉണ്ടായെന്നും അവിടെ എങ്ങനെ തീ പിടിച്ചെന്നും ആന്റിക്ക് പരിക്ക് എങ്ങനെ പറ്റിയെന്നൊക്കെ ഐ തിങ്ക് ജാനകി ആന്റി അയാളെ തേടി ഇറങ്ങിയതാവുന്നേ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ വേഗം പോയി ആന്റി എവിടെയാണെന്നൊന്ന് അന്വേഷിക്കാം. ഇവിടെ അടുത്തെവിടെയെങ്കിലും തന്നെ കാണും, ദൂരെ പോകാനിടയില്ല. ഞാൻ പോയിട്ട് വരാം. ഒരു മിനിറ്റ്. അത് പിന്നെ ആന്റിയുടെ ഡ്രസ് എന്തായിരുന്നു? ഐ മീൻ കളർ. ആന്റി ഇന്ന് ഒരു പർപ്പിൾ കളർ ടോപ്പും ഒരു വൈറ്റ് കളർ ദുപ്പട്ടയും ഇട്ടത്. അത് തന്നെ ആയിരിക്കും ഡ്രസ്. ഓക്കെ. വാട്ട്? പർപ്പിൾ ആൻഡ് വൈറ്റ്? ഞാനിപ്പോ ഒരു സ്ത്രീ കണ്ടായിരുന്നു. ഐ മീൻ സെയിം കളർ ഡ്രസ് അണിഞ്ഞ ഒരു സ്ത്രീ ആ വഴിയില്. എവിടെ വെച്ചായിരുന്നു മോനെ? അതെന്റെ വീടിനടുത്തായിരുന്നു ആന്റി. എന്താ നീ അവരെ കണ്ടെങ്കിൽ പിന്നെ അവരോട് സംസാരിക്കാത്ത എന്താ? നിനക്കൊന്നും തോന്നിയില്ലേ അവരിങ്ങനെ റോഡിൽ അലയുന്ന കണ്ടിട്ട്? ഡംബോ, ഞാൻ വണ്ടി ഓടിക്കായിരുന്നു. ഓക്കെ കിരൺ സർ, ചേച്ചി പറയുന്നത് ശരിയാ. സാർ ആന്റിയെ കണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ടാ സാർ വണ്ടി നിർത്താഞ്ഞത്? അയ്യോ, ഞാനൊരു കണ്ടെന്ന് വെച്ചാൽ അവരെ ബാക്ക് മാത്രമോ കണ്ടത്. ഞാൻ കരുതി ഏതോ ഭിക്ഷക്കാരിയാണെന്ന്. അവര് ഒരു കാറിന്റെ പുറത്ത് തട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ അവര് നിന്റെ വീടിനടുത്ത് എന്തിനാവും വന്നിട്ടുണ്ടാവുക? അതും ഏതോ കാറിൽ നോക്ക് ചെയ്യുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല. എന്തോ കുഴപ്പമുണ്ടമ്മേ? ഒരു മിനിറ്റ്. അവർക്ക് തോന്നിക്കാണോ അത് എന്റെ വണ്ടിയാണെന്ന്? അത് ജാനകി ആന്റി തന്നെ ആയിരിക്കും. അത് ജാനകി ആന്റിയാണോ? നോക്ക് ചെയ്തത് എന്നെ തിരക്കിയാണോ? ഓ മൈ ഗോഡ്. മോനെ, ഒരു കാര്യം ചെയ്യാം, നമുക്കെല്ലാം കൂടി വേഗം അങ്ങോട്ട് പോവാം. നീ എവിടെയാണോ ജാനകിയെ കണ്ടത്? എനിക്ക് തോന്നുന്നു അവൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അടുത്തുനിന്ന് തന്നെ നമുക്ക് അവളെ കിട്ടും. നീ വണ്ടി എടുക്ക്. ഞങ്ങളിതാ വരുന്നു. എന്നാ വേഗം ആവട്ടെ പ്ലീസ്. അറ്റൻഡർ സാറേ, പാവത്തിന് സീരിയസ് ആണെന്ന് തോന്നുന്നു. ദൈവമേ, ജീവൻ രക്ഷിക്കണേ. ഡോക്ടർ സാർ. അമ്മേ, പറഞ്ഞോ. അമ്മ, ഞാൻ വരാൻ താമസിക്കും. അമ്മ ഒരു കാര്യം ചെയ്യ്, ആഹാരം കഴിച്ച് കിടന്നുറങ്ങിക്കോ. ഞാൻ വന്നോളാം അമ്മ. ആ സ്ത്രീക്ക് ഒരുപാട് ബ്ലഡ് ലോസ് ഉണ്ട്. ബോധം വീഴുക പാടാണ്. രക്ഷപ്പെടാനുള്ള സാധ്യതയും കുറവാ. ഒരു കാര്യം ചെയ്യ്, അവരുടെ ഫാമിലി അറിയിക്കുക. കുറച്ച് പേപ്പറിൽ ഒപ്പിടാനുണ്ട്. അല്ലെങ്കിൽ എല്ലാ കുറ്റവും ഹോസ്പിറ്റലിന്റെ തലയിലായിരിക്കും. നമ്മൾ പ്രതികളാകും. വേഗമാവട്ടെ. ഞാൻ വളരെ പ്രതീക്ഷയോടെ കൊണ്ടുവന്നത് ആ സ്ത്രീയെ. ഡോക്ടർ പറയുന്നു അവർ ഒരിക്കലും രക്ഷപ്പെട്ടില്ലെന്ന്. അവർക്ക് ബോധമില്ല, പേരും അഡ്രസ്സും അറിയില്ല, ഫാമിലി അറിയില്ല. ദൈവമേ, ഈ ആശുപത്രിക്കാരനോട് പണം ചോദിക്കും. എൻ്റെ കയ്യിൽ കാശുമില്ല. പിന്നെ പോലീസിന്റെ ശല്യം. നിനക്ക് എന്തു ചെയ്യാമോ അത് നീ ചെയ്തു. ഇനി വിട്ടോ ഘനശ്യാം, എത്രയും പെട്ടെന്ന് വിട്ടോ. ഒന്ന് വണ്ടി ഒന്ന് പതുക്കെ ഓട്ടിക്കേ, ശ്രദ്ധിച്ചോട്ടിക്കേ. സോറി. ബേബി, എന്തു പറ്റി? നീ ഇത്ര അപ്സെറ്റ് എന്താ? പുന്നു, നമ്മൾ ഒരു നിമിഷം പേടിച്ചു. അതാ നമ്മൾ അവിടുന്ന് മുങ്ങിയത്. പക്ഷെ നിനക്ക് തോന്നുന്നില്ലേ നമ്മൾ വലിയൊരു തെറ്റാ ചെയ്തതെന്ന്? ഐ മീൻ ടു സേ, നമ്മൾ നമ്മുടെ ജോലി തീർത്തിട്ട് വരണമായിരുന്നു. നമ്മൾ ചെക്ക് ചെയ്യണമായിരുന്നു ആ ജാനകി മരിച്ചോ ഇല്ലയോ എന്ന്. എന്താ നീ പറയുന്നത്? ജാനകി 100% മരിച്ചിട്ടുണ്ടാവും. ട്രസ്റ്റ് മീ. നീ കണ്ടില്ലേ നമ്മൾ നമ്മുടെ കാർ കൊണ്ട് എങ്ങനെ അവളെ ഇടിച്ചതെന്ന്? അവൾ 100% മരിച്ചിട്ടുണ്ടാവും. പിന്നെ അയാളില്ലേ, ആ ഉന്തുവണ്ടിക്കാരൻ, അവൻ അവളെ സഹായിക്കില്ല. ബേബി, ഏതെങ്കിലും പാവപ്പെട്ട മനുഷ്യൻ, അതും ഇത്തരം കച്ചവടക്കാരൻ, തന്റെ ജോലിയും കളഞ്ഞ് അന്നത്തെ അന്നത്തിനുള്ള വകയും കളഞ്ഞ് പോലീസിന്റെ ശല്യത്തിൽ പോയി പെടാനായി ആഗ്രഹിക്കോ? എന്താണ് ഉണ്ടാവുക എന്നോ? ആരെങ്കിലും ക്രൈം കണ്ടാൽ തന്നെ അവർ ആ ക്രൈം കാണാത്ത പോലെ പോകും. യു ജസ്റ്റ് റിലാക്സ്. അങ്ങനെ വരൂ. ഓക്കെ,
പക്ഷെ ലോകത്ത് ചില ഇഡിയറ്റുകൾ ഉണ്ടാകും, വളരെ നല്ലവരായിട്ട്. അവരവരുടെ കടമ ചെയ്യും. അവരൊന്നിനും കണ്ണടക്കില്ല. പിന്നെ അവർ പോലീസിനെ ഭയക്കുകയുമില്ല. എന്തൊക്കെയാ നീ പറയുന്നത്? ഞാൻ ഇതുവരെ അത്രയും നല്ല മനുഷ്യരെ കണ്ടിട്ടില്ല. എവിടെയാ? ആരുമില്ല. ബേബി, ഈ ലോകത്ത് എന്നും സെൽഫിഷ് ആളുകൾ മാത്രമേ ഉള്ളൂ, നമ്മളെപ്പോലെ. യു ഗെറ്റ് ഇറ്റ്? സോ ജസ്റ്റ് റിലാക്സ്. ആ ജാനകി കളവി എങ്ങനെയും റോഡിൽ തന്നെ മരിച്ചിരിക്കും. പിന്നെ തമാശ എന്തെന്നാൽ അറക്കൽ ഫാമിലി അറിയുക പോലുമില്ല ജാനകി എവിടെയാണെന്നും എന്ത് അവസ്ഥയിലാണെന്നും. നമ്മുടെ ആ പാപം, നമ്മുടെ ഈ പാപം, നമ്മുടെ എല്ലാ പാപവും 7 സമുദ്രങ്ങളിലായി മുങ്ങിപ്പോവും. വി ആർ ടോട്ടലി സേഫ് നൗ. റിലാക്സ് ബേബി, ടെൻഷൻ അടിക്കണ്ട. ഇനി എന്താ? പുനു, പ്ലീസ്, ഒറ്റ തവണ എനിക്ക് വേണ്ടി ഒറ്റ തവണ നമുക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാം. ആ ജാനകി മരിച്ചോ എന്ന്. ഐ വിൽ ബി സാറ്റിസ്ഫൈഡ്. ഓൺലി ഫോർ മീ, പ്ലീസ്. ഓക്കെ ഫൈൻ, ഓൺലി ഫോർ യു. നമ്മളവിടെ പോകുന്നു, ജാനകിയുടെ ഡെഡ് ബോഡി കണ്ടിട്ട് വരുന്നു. പക്ഷെ അവളുടെ ബോഡി ദൂരെ നിന്നേ കാണാവൂ. പിന്നെ നീ നോക്കിക്കോ, ആ വണ്ടിക്കാരനില്ലേ, അവൻ അവിടുന്ന് പേടിച്ച് സ്ഥലം വിട്ട് കാണും. നോക്കിക്കോ നീ. ഓക്കെ. വാ പ്രീത, സൃഷ്ടി, വേഗം ഇറങ്ങി അവിടെ തിരക്ക്. സൃഷ്ടി, ദേ അവിടെ നോക്ക്. ആ അമ്മേ, ഞാൻ ഇവിടെ നോക്കിക്കോളാം. ഒന്ന് വേഗം ചെന്ന് നോക്കുമോളെ. ആ ചേട്ടാ, ഒരു സ്ത്രീയെ കണ്ടോ? അവർ മജന്ത കളർ സൽവാറും കുർത്തിയാണ് അണിഞ്ഞിട്ടുള്ളത്. കണ്ടായിരുന്നോ? എന്തായി? ഞാൻ കണ്ടില്ല മോനെ. ഞാനും കണ്ടില്ല ആന്റി. അവിടെയൊക്കെ ചോദിച്ചു, അവിടെയൊന്നും ഇല്ല. ഞാനൊരു കാര്യം ചെയ്യാം, റോഹിത്തേട്ടനെ ഫോൺ ചെയ്ത് ഇപ്പൊ തന്നെ കാര്യം പറയാം. കിരൺ, നീ കിച്ചണിലല്ലേ ഡോനേഷോണ്ടിരിക്കുകയാണോ? ഇതൊരു ഉറങ്ങിയില്ലേ നീ? ഏട്ടാ, നീ അതൊക്കെ വിടും. ജാനകി ആന്റി വീട്ടിൽ വന്നായിരുന്നോ? ജാനകി ആന്റിയോ? എനിക്കറിയില്ല, ഞാനൊന്ന് നോക്കട്ടെ. എന്തോ ഞാനത് വീട്ടിൽ നിന്ന് കുറച്ച് അകലെ ഏട്ടാ. ഞങ്ങള് ജാനകി ആന്റി തിരക്കി ഇറങ്ങിയതാ, ഞാനും സർല ആന്റിയും പ്രീതിയും സൃഷ്ടിയും കൂടി. എന്താ? നീ ക്ലിയർ ആയിട്ട് പറ. കാര്യം എന്താണോ ഏട്ടാ, ജാനകി ആന്റിയെ പാതിരാത്രി വീട്ടിൽ നിന്ന് കാണാതായി. ഫോണും എടുത്തിട്ടില്ല. സൃഷ്ടി എന്നെ ഫോൺ വിളിച്ച് കാര്യം പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ ആന്റി കണ്ടിരുന്നു ഏട്ടാ, നമ്മുടെ വീടിനടുത്തായിട്ട്. ഞാൻ വണ്ടി എടുത്ത് വന്ന് അന്വേഷിച്ചു, നമ്മുടെ വീടിന്റെ കുറച്ച് അടുത്ത് വരെ. പക്ഷേ വിവരമൊന്നും കിട്ടിയില്ല. അപ്പൊ ഞാൻ കരുതി അങ്ങോട്ട് വന്നു കാണുമെന്ന്. എടാ, ഇവിടെ ആരും ഇല്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, ഞാനൊരു 2 മിനിറ്റിനകത്ത് വരാം. ആ ശരി, ഓക്കെ. ഏട്ടൻ വരാ, എല്ലാം ശരിയായിക്കോളൂ ആന്റി. മോനെ രോഹിത്, ഈ സമയത്ത് എവിടെ പോന്നു? ആന്റി ഇതുവരെ ഉറങ്ങില്ലായിരുന്നോ? ആന്റി ജാനകി ആന്റിയെ കണ്ടായിരുന്നോ? ഐ മീൻ, അവരിവിടെങ്ങനെ വന്നായിരുന്നോ? എന്തു പറ്റി രോഹിത് നിനക്ക്? ഈ അർദ്ധരാത്രിയിൽ ആ വേലക്കാരി ഇവിടെ വരുന്ന എന്തിനാ? ഫംഗ്ഷനൊക്കെ കഴിഞ്ഞില്ലേ? ആ അറക്കലുകാര് അവരുടെ വീട്ടിലും പോയി. അവൾ അവിടെ എങ്ങാനും കാണും. കവിതാന്റി, റിലാക്സ്. ഷീസ് മിസ്സിംഗ്. കിരൺ വിളിച്ചിരുന്നു. ജാനകി ആന്റി അവിടെ ഇല്ല. എല്ലാവരും പാനിക് ആണെന്നുണ്ട്, അവരെ കാണാത്തോണ്ട്. ദാറ്റ്സ് എ റീസൺ. വാട്ട്? ജാനകി കാണാനില്ലെന്നോ? മോനെ രോഹിത്, ജാനകി മിസ്സിംഗ് ആണെങ്കിൽ നമ്മൾ സരളയുടെ വീട്ടിൽ പോകണം. അവരെ സഹായിക്കണം ജാനകിയെ കണ്ടെത്താനായി. അതിന് തന്നെ പോകുന്നേ. രോഹിത് മോനെ, അത്ര വലിയ അത്യാവശ്യം എന്താ ഇപ്പോ? ഈ അർദ്ധരാത്രിയിൽ നീ എന്തിനാ അവരുടെ വീട്ടിലേക്ക് പോകുന്നേ? കവിതാന്റി, ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഞാനിപ്പോ അവിടെ പോവേണ്ടത് വളരെ അത്യാവശ്യമാണ്. അമ്മേ, ഞാൻ പോവാണ്. രോഹിത്, ഞാനും വരാം നിന്റെ കൂടെ. നിങ്ങൾ ആരും അവിടെ വരേണ്ട ഒരു കാര്യമില്ല. ഞാൻ പോവല്ലേ, ഞാൻ അവിടെ ചെന്നിട്ട് ഇൻഫോം ചെയ്യാം. ഓക്കെ, അമ്മ കിടന്നു. മോനെ ഫോൺ ചെയ്യണേ. മോനെ രോഹിത്, പറയുന്ന കേക്ക്. ഫോൺ ചെയ്യണേ, മറക്കരുതേ. വിളിക്കാം. എന്റെ ദൈവമേ, ജാനകിയെ സംരക്ഷിക്കണേ, അവർക്ക് ആപത്തൊന്നും വരുത്തല്ലേ. എന്തു പറ്റിയെടത്തി? കിരണ് രാവിലെ അവന്റെ പ്രാക്ടീസിന് പോകാനുള്ളതാ. അവൻ ഈ പാതിരാത്രി ആ വേലക്കാരി അന്വേഷിച്ച് നടക്കുന്നു. അവൻ എപ്പോ റെസ്റ്റ് എടുക്കും? രോഹിത് പകല് മുഴുവൻ ജോലി ചെയ്ത് ക്ഷീണിച്ചു. ഇപ്പൊ അവനും പോയിരിക്കുക ജോലിക്കാരി അന്വേഷിച്ച്. നാളെ ഓഫീസിലെ കാര്യങ്ങൾ അവൻ എങ്ങനെ നോക്കും? ഒരുപക്ഷെ ഇടത്തി അറക്കലുകാര് നല്ല ആളുകളായിരിക്കും. ഇതും എനിക്കറിയാം. നിങ്ങൾ അവരെ സ്വന്തം ഫാമിലി ആയിട്ടാ കാണുന്നതെന്ന്. പക്ഷെ നിങ്ങളുടെ മക്കൾ അവരെ ശരിക്കും ഫാമിലിയാക്കി മാറ്റി. ചേച്ചി, ഞാൻ അറക്കലിനെ സ്വന്തം ഫാമിലിയായി കരുതുന്നു. ഒരു കുടുംബം എന്ന് പറയുന്നത് വെറും പറച്ചിലിന് വേണ്ടി മാത്രമല്ല. ശരിക്കും അവരങ്ങനെ കരുതുന്നു. അവൻ നമ്മുടേതാ, അതിൽ തെറ്റില്ല. ചേച്ചി, എനിക്ക് വിഷമം. ഞാനും രോഹിത്തിനൊപ്പം ജാനകിയെ തിരക്കി പോയില്ലെന്ന് ഓർത്താണ്.
പക്ഷേ അവൻ പോയി. വീണ്ടും അതേ കാര്യം. ഏടത്തിക്ക് എന്താ സംഭവിച്ചേ? ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, നിങ്ങളുടെ 2 മക്കളെ അവരിൽ നിന്ന് അകറ്റി നിർത്തണം. ഏടത്തിയുടെ 2 മക്കൾ ഇനി അവരുമായി അടുപ്പം തുടർന്നാൽ ഒരു ദിവസം അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തീരും. ഇപ്പൊ തന്നെ നമ്മളെ അനുസരിക്കാറില്ലല്ലോ. ഏടത്തി കണ്ടല്ലോ, ഞാൻ രോഹിത്തിനെ തടയാൻ ശ്രമിച്ചിട്ടും അവൻ പോയത് കണ്ടില്ലേ? ചേച്ചി, ഏടത്തി രോഹിത്തിന്റെ ഒപ്പം പോകാൻ ശ്രമിച്ചു, പക്ഷെ അവനത് സമ്മതിച്ചില്ല. അങ്ങനെ ഒന്നുമില്ല ചേച്ചി. നിങ്ങളില്ലാത്ത വിഷമം ഊതി പെരുപ്പിക്കുകയാണ്. എന്റെ മക്കൾ എന്ത് ചെയ്യുന്നുവോ അത് മനുഷ്യത്വത്തിന്റെ പേരിൽ ശരി മാത്രമാണ്. ഗുഡ് നൈറ്റ്. രോഹിത് എന്നെ വിഡ്ഢിയാക്കി പുറത്തുപോയി. ഏടത്തിയാണെങ്കിലോ മുഖം കറുത്ത് സംസാരിച്ചിട്ട് മുറിയിലേക്കും പോയി. ഈ വീട്ടിലെ നിയമങ്ങൾ തെറ്റുന്നു. എന്ത് സംഭവിക്കുന്നു അതൊരിക്കലും ശരിയല്ല. എനിക്ക് എത്രയും വേഗം രോഹിത്തിന്റെ ഷേളിന്റെ വിവാഹം നടത്തിയേ പറ്റൂ. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഏടത്തി അവരെ സ്നേഹിച്ചുകൊണ്ടിരുന്നാൽ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞാലോ, രോഹിത് പ്രീതയെ കല്യാണം കഴിക്കട്ടെ എന്ന്. വെള്ളം തലയ്ക്ക് മുകളിലായി കഴിഞ്ഞു. ഇനി മെല്ലെ പോയിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ കവിത നമ്പ്യാർ എന്റെ കുടുംബത്തിനായി ചെയ്യുന്നതെന്തും അതെന്റെ കണ്ണിൽ ശരിയാണ്. പിന്നെ എനിക്ക് നന്നായി അറിയാം ഇവരെല്ലാം എങ്ങനെ എന്റെ കൺട്രോളിൽ കൊണ്ടുവരണമെന്ന്. അവിടെ എങ്ങാനും കിരൺ, നിങ്ങൾ ഈ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് അന്വേഷിച്ചല്ലോ അല്ലേ? ഞാൻ എല്ലായിടത്തും നോക്കിയതാ, പക്ഷെ എവിടെയില്ല. ആക്ച്വലി എന്താന്ന് വെച്ചാ രോഹിത് ഏട്ടാ ഇന്ന് രാത്രി മുതൽ ജാനകി ആന്റിയെ കാണാനില്ല. ഞങ്ങൾ ആന്റിയെ എല്ലായിടവും തെരഞ്ഞു, പക്ഷെ എവിടെയും കണ്ടില്ല. എനിക്ക് തോന്നുന്നത് ജാനകി ആന്റിക്ക് ഓർമ്മ തിരിച്ചു വന്നിട്ടുണ്ടാകുമെന്ന്. എസ്പെഷ്യലി ആ സമയം അന്ന് സിന്ദൂര ഭാഗ്യ ഹാളിൽ തീപിടുത്തുണ്ടായില്ലേ, അതിനെ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും. അതെ ആന്റി അയാളെ തിരികെ പോയതായിരിക്കും. അന്ന് ഹാളിൽ തീയിട്ട ആ ആളെ. എനിക്കെന്താ തോന്നുന്ന ഏട്ടാ, ആന്റിക്ക് ചിലത് ഓർമ്മ വന്നു കാണും. അത് നമ്മളോട് പറയാനായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതും അർജുനല്ലേ, അതുകൊണ്ടാവും ആരോടും പറയാത്തെ. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താന്ന് വെച്ചാൽ കുറച്ചു മുന്നേ നമ്മുടെ വീടിനടുത്ത് വെച്ച് ആന്റി കണ്ടായിരുന്നു. അങ്ങനെ ജാനിക്ക് ആന്റിക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ അവര് കുടുംബത്തോടല്ലേ ആദ്യം പറയുള്ളൂ. പ്രീത, തന്നോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? എനിക്ക് തോന്നുന്നു ആന്റി എന്താണോ പറയാൻ വന്നത് അത് ആദ്യം നമ്മളോട് പറയാൻ ആഗ്രഹിച്ചത്. ഐ മീൻ സംതിങ് റിലേറ്റഡ് ടു അവർ ഫാമിലിയാ. അതെ, എനിക്കും തോന്നുന്നു കിരൺ പറയുന്നത് ശരിയാ. ഒരുപക്ഷെ അവക്ക് ശരിക്കും ഓർമ്മ വന്നിട്ടുണ്ടാവും. അന്ന് സിന്ദൂര ഹാളിൽ മാരേജ് ഫംഗ്ഷന് തീ പിടിച്ചില്ലേ, അയാളെ കണ്ടപ്പോ ഓർമ്മ വന്നു കാണും. അവക്ക് മറ്റു ചിലതും ചിലപ്പോ ഓർമ്മ വന്നിരിക്കാം. അത് നിങ്ങളോട് അത്യാവശ്യമായിട്ട് പറയേണ്ടതുമായിരിക്കും. അതാണ് അവള് നിങ്ങളുടെ വീടിനടുത്ത് വന്നത്. അല്ലെങ്കിൽ ഈ രാത്രി എന്തിനാ ഇറങ്ങി? അതെ, പക്ഷെ അത് എന്തായിരിക്കും ആന്റി? അങ്ങനെ ആരെക്കുറിച്ചായിരിക്കും നമ്മളോട് പറയാനായി ആഗ്രഹിച്ചത്? ദിസ് ഈസ് വെരി കൺഫ്യൂസിങ്. ബേബി ഇപ്പോഴെന്താ ചിന്തിക്കുന്നേ? ആ നോക്ക്, എല്ലാം പോസിറ്റീവായി നടക്കുന്നു. എല്ലാം നമ്മുടെ പ്ലാൻ പോലെ മുന്നോട്ട് പോകുന്നു. പിന്നെ നീ നെഗറ്റീവായി ചിന്തിക്കുന്ന എന്തിനാ? ചിലപ്പോഴൊക്കെ നമ്മൾ നെഗറ്റീവായി ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകും. സോ പ്ലീസ് സ്റ്റോപ്പ് തിങ്കിങ് നെഗറ്റീവ്. ആലോചിക്കേണ്ടി വരുന്നു. നിനക്ക് തോന്നില്ലേ നമ്മൾ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന്? ആ മനുഷ്യൻ അത് ആരായാലും അയാൾ ജാനകിയെ കണ്ടയുടൻ സഹായത്തിനായി ബഹളം വെക്കാൻ തുടങ്ങി. നീയും കേട്ടതല്ലേ? അതോടെയാ നമ്മൾ ജാനകിയെ വഴിയിൽ ഉപേക്ഷിച്ചത്. അവൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും അറിയില്ല. Isn't it wrong? നോക്ക്, നിന്റെ ഈ പറച്ചിലുണ്ടല്ലോ എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല. ഐ ജസ്റ്റ് ഹേറ്റ് ഇറ്റ്. ഇപ്പൊ നമ്മൾ ഡിസൈഡ് ചെയ്തല്ലേ ഉള്ളൂ. നമ്മൾ പോയി ജാനകിയുടെ ഡെഡ് ബോഡി കാണുമെന്ന്. പിന്നെന്താ? ഐ നോ, പക്ഷെ പിന്നെ നമ്മൾ നമ്മുടെ ജോലി പൂർത്തിയാക്കാതെ ഇറങ്ങിയതുകൊണ്ട് ഈ ടെൻഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മളെന്താ അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നോ? അല്ലല്ലോ, ജാനകിയുടെ ജോലി പൂർത്തിയാക്കാൻ വന്നതല്ലേ. എനിക്കെങ്ങനെ അറിയായിരുന്നു ആ പന്ന ഉന്തു വണ്ടിക്കാരെ അതും പൊക്കി പിടിച്ചോണ്ട് അങ്ങോട്ടേക്ക് വരുമെന്ന്? നീ അവനെ കൊല്ലണമായിരുന്നു, അവനെയും കൂടി ഇടിച്ചിടണമായിരുന്നു. എന്ത് വ്യത്യാസം ഉണ്ടാവാനാ? അവൻ ചത്ത ശേഷം എന്തായാലും പോലീസിനെ അന്വേഷിച്ച് പോവേയില്ല, നിന്റെ വണ്ടിയുടെ നമ്പർ പറയുകയില്ല. ഞാനൊരു സീരിയൽ കില്ലറൊന്നും അല്ല. വഴിയിൽ കാണുന്നവരെല്ലാം കൊന്നു തള്ളാൻ. എന്റെ ജോലിക്ക് തടസ്സമുണ്ടാക്കുന്നവർ, എന്റെ വഴിക്ക് കുറുകെ നിൽക്കുന്നവർ, അവരെ മാത്രമേ ഞാൻ നോട്ടിടൂ. അവരെ മാത്രമേ കൊല്ലാറുള്ളൂ, അല്ലാതെ മറ്റുള്ളവരല്ല. ആ ഉന്തു വണ്ടിക്കാരൻ എന്റെ ഒന്നും എടുത്തോണ്ട് പോയിട്ടില്ല, നിന്റെ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഞാൻ എന്തിനാ അവനെ കൊല്ലണം? അതെ, അവനെ കൊല്ലാൻ എളുപ്പമല്ലായിരുന്നു. ആർക്കറിയാം, അവനെ നമ്മൾ കൊല്ലുമ്പോ അവിടെ വേറെ ആരെങ്കിലും വന്നാലോ? അയാള് സുമനസ്കനാണെങ്കിലോ? അയാള് പോലീസിന്റെ അടുത്ത് പോയി നമുക്കെതിരെ കംപ്ലൈന്റ് ചെയ്താലോ? അല്ല നമ്മുടെ വണ്ടിയുടെ നമ്പർ കൊടുത്താലോ? താങ്ക് ഗോഡ്, താങ്ക് ഗോഡ്. ഫൈനലി നീ ശരിയായ ഒരു കാര്യം പറഞ്ഞു. ഇപ്പൊ മനസ്സിലായോ നമ്മൾ അവിടുന്ന് പോകേണ്ടത് എത്ര ഇമ്പോർട്ടന്റ് ആയിരുന്നെന്ന്? ആ
ഓ നോ. ബേബി നീ പെട്ടെന്ന് വണ്ടി പുറകോട്ടെടുക്ക. എഞ്ചിൻ ഓഫ് ചെയ്തേക്ക, ആ ലൈറ്റും. അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ ഇങ്ങോട്ടാവും. പെട്ടെന്ന് പുറകോട്ടെടുക്ക. ഓക്കെ 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 ഓക്കെ. ബേബി പെട്ടെന്ന് വണ്ടി ഓഫാക്ക. ഈ രോഹിത്, കിരൺ, പ്രീത, സൃഷ്ടി ഇവരൊക്കെ അമ്മയുടെ കൂടെ എന്ത് ചെയ്യുക? ഒരു കാര്യം ചെയ്യാം, നമുക്കിവിടെ കുനിഞ്ഞിരിക്കാം. ഇല്ലെങ്കിൽ അവരാരെങ്കിലും നമ്മളെ കണ്ടാലോ? എന്ത് മണ്ടത്തിലാ പറയുന്നത് ബേബി? അവർക്ക് നമുക്കിവിടെ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അവർ നമ്മളെ കാണില്ല. ആണോ? പക്ഷേ എനിക്ക് മനസ്സിലാകാത്ത എന്തെന്ന് വെച്ചാൽ ഇവരിവിടെ എന്തെടുക്കുവാണ് ഈ ഏരിയയിൽ? ഇനി ഇവരാ ജാനകിയെ ബോധത്തോടെ എങ്ങാനും കണ്ടെടുത്തോ? ഇനി അവളെങ്ങാനും ഈ കിരണിന്റെയും രോഹിത്തിന്റെയും കയ്യിലെങ്ങാനും വന്ന് പെട്ടോ? അവര് ഡോക്ടറെങ്ങാനും വിളിച്ചിട്ടുണ്ടാവോ ജാനകിയെ ചെക്കപ്പ് ചെയ്യാനായി? Dash it. എല്ലാം ശരിയായി വരുമായിരുന്നു. ഇവന്മാര് കാരണം ഇതെല്ലാം കുളമായത്. ഇത്രയും ദൂരം അവർക്ക് നമ്മളെ കാണാൻ പറ്റില്ലെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും അവരെന്താണ് പറയുന്നതെന്ന്? ബേബി യു ആർ റൈറ്റ്. ഇത് അറിയേണ്ടത് അത്യാവശ്യമാണ്. അവരെന്താണ് പറയുന്നത്? ഞാൻ പോയി നോക്കിയിട്ട് വരാം അവരെന്താ പറയുന്നത്. വേണ്ട വേണ്ട വേണ്ട, പ്ലീസ് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോരുത്. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇപ്പൊ ഇവിടുന്ന് പോവാം. ഹെഡ്ലൈറ്റ് ഇടാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ആർക്ക് മനസ്സിലാവില്ല ഇത് നമ്മുടെ വണ്ടിയാണെന്ന്. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം. ബേബി നമുക്കങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ നമുക്ക് ഇത് അറിയേണ്ടത് അത്യാവശ്യമാണ്. ജാനകി എവിടെയാണെന്ന്. അവര് രോഹിത്തിന്റെയും കിരണിന്റെയും കാറിലാണോ? അവർ ജാനകിയെ ബോധാവസ്ഥയിൽ കണ്ടെത്തിയോ അതോ ജാനകി മരിച്ചോ ഇല്ലയോ? ചാൻസസ് വളരെ കുറവാണ് ജാനകി ജീവിക്കാൻ. അവർ 100% മരിച്ചിട്ടുണ്ടാവും. പിന്നെ ഞാൻ നിന്റെ ദുസ്വപ്നം ഉണ്ടല്ലോ, അത് സത്യമാകാൻ സമ്മതിക്കില്ല. നീ ഇത് അറിയേണ്ടത് അത്യാവശ്യമാണ്. ജാനകി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന്. യു അണ്ടർസ്റ്റാൻഡ്? അഥവാ ജാനകി മരിച്ചെങ്കിൽ ആ മർഡറിൽ നമ്മുടെ പേര് ചേർക്കപ്പെടില്ല. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ഫോർ us to know. അതുകൊണ്ട് അവിടെ എന്താ നടക്കുന്നതെന്ന് ഞാൻ പോയി നോക്കിയിട്ട് വരാം. വേണ്ട, ആരെങ്കിലും നിന്നെ കണ്ടാലോ? ഓ ആരും ലിസൺ ബേബി, എന്റെ പക്കൽ ഒരു ബ്രില്യന്റ് ഐഡിയ ഉണ്ട്. പ്ലീസ് ലിസൺ മീ. നീ ഇവിടെ മിണ്ടാതിരിക്കുക, അനങ്ങരുത്. ട്രസ്റ്റ് മീ, എല്ലാം ശരിയാവും. ഓക്കെ? എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. ജാനകി നമ്മുടെ വീട്ടിലേക്ക് വരികയായിരുന്നെങ്കിൽ പിന്നെ എന്താ നമ്മുടെ വീട്ടിലെത്താത്തത്? ഞാൻ അവിടുന്ന് ഇവിടം വരെ വന്നിട്ട് ആരെയും കണ്ടില്ല. അതിനർത്ഥം ജാനകി എന്തോ. അതിന്റെ അർത്ഥം ക്ലിയർ ആണ് രോഹിത് സർ. നമ്പ്യാർ ഹൗസിനും ഈ സ്ഥലത്തിനും ഇടയിൽ എത്ര ദൂരം ഉണ്ടോ, ജാനകി ആന്റിയും ഇതിനിടയിൽ എവിടെയോ ആണ് മിസ്സായത്. എനിക്ക് മനസ്സിലാവുന്നില്ല ആന്റി എന്താ അവിടെ എത്താത്തതെന്ന്, ഇതിനിടയിൽ എന്താ സംഭവിച്ചതെന്ന്. അപ്പൊ നമ്മുടെ ജാനകി ഇനി എവിടെയായിരിക്കും? എന്തവസ്ഥയിലായിരിക്കും? അമ്മ പ്ലീസ്, അമ്മ ഇങ്ങനെ സ്ട്രെസ്ഡ് ആകല്ലേ. അവൾ എങ്ങോട്ട് പോയി മോളെ? എനിക്കിപ്പോ തോന്നുന്നത് നമ്മുടെ മുമ്പിൽ ഒരേ ഒരു വഴിയുള്ളൂ എന്നാണ്. പോലീസ് സ്റ്റേഷനിൽ പോവുക, പരാതി കൊടുക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ. ശരി ചേട്ടാ, ഇതാ സാർ എടുത്തോ. എന്റെ പക്കൽ 2 എണ്ണം വേറെ ഉണ്ട്. അതും വേണോ? വേണ്ട വേണ്ട, ഇത് മതി സാർ. ഇതും എടുത്തോ. വേണ്ട. ഇല്ല, എനിക്ക് തോന്നുന്നില്ല നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകണമെന്ന്. ഐ മീൻ ടൈം വേസ്റ്റ് ആവും. അത്രയും സമയം നമുക്ക് ജാനകി ആന്റി അന്വേഷിക്കാം. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ പോലീസ് സ്റ്റേഷനിൽ പോവേണ്ടത്. കാരണം പോലീസിന് ഒരാൾ അന്വേഷിക്കാൻ വളരെ എളുപ്പമാണ്. അവരാകുമ്പോൾ മറ്റു പോലീസ് സ്റ്റേഷനിലേക്ക് മിസ്സായ ആളിന്റെ ഫോട്ടോസും മറ്റു ഡീറ്റെയിൽസും ഒക്കെ സർക്കുലേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവർക്ക് കണ്ടെത്താനും എളുപ്പമാണ്. അതാ ഞാൻ പറയുന്നത്. രോഹിതയുടെ ശരിയാ പറയുന്നേ. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ എന്തായാലും പോണം. കറക്റ്റ്. പക്ഷെ എനിക്ക് തോന്നുന്ന എന്താന്ന് വെച്ചാ ജാനകി ആന്റി ഇവിടെ എവിടെയില്ലെന്നാ. ആന്റിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അത് മാത്രമല്ല, മിസ്സിംഗ് എന്റെ കംപ്ലീറ്റ് 24 hours കഴിഞ്ഞ് രജിസ്റ്റർ ആകൂ. കറക്റ്റ്. അതുകൊണ്ട് ആ റിസ്ക് എടുക്കണ്ട. ഐ തിങ്ക് വി ഷുഡ് ലുക്ക് ഫോർ ഹർ. ആദ്യം ആന്റി കണ്ടെത്താൻ നമുക്ക് ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം. ഫാന്റാസ്റ്റിക്. ഇതിനർത്ഥം ഇവർക്ക് ഇതുവരെ ജാനകിയെ കിട്ടിയിട്ടില്ല. പെർഫെക്റ്റ്. എന്നാ ശരി പ്രീത, നീ വേഗം എന്റെ കൂടെ വാ. ഞാനും സാറിന്റെ കൂടെ വരാം കിരൺ സർ. അമ്മ വന്നോണ്ടിരിക്കുക. അമ്മ അത് കുറച്ച് വൈകിപ്പോയി. ഞാൻ വന്ന വഴിയിലേ ഒരു സ്ത്രീ കിടപ്പുണ്ടായിരുന്നമ്മേ. അത് ബോധമില്ലായിരുന്നു, ആക്സിഡന്റ് ആയതാ. അതെ അതെ, സഹായിച്ചമ്മേ. ഞാൻ അടുത്ത ആശുപത്രി കൊണ്ടുപോയി. ഡാഷ് ഇറ്റ്. അതിനർത്ഥം ഇതാണ്, ഈ മനുഷ്യനാണ് ജാനകിക്കായി ഹെൽപ്പ് ചോദിച്ചത്. ഞാൻ ജാനകി ഇടിച്ചിട്ടപ്പോൾ ഇവൻ ഉണ്ടായിരുന്നു. ഓ നോ, ഈ വട്ടൻ ഇത് എന്തിന്റെ ആവശ്യമായിരുന്നു? ഈ കാര്യം
ഇവരുടെ മുന്നിലൂടെ ഇങ്ങനെ പറഞ്ഞോണ്ട് പോവാൻ ഇനി എന്താവോ എന്തോ. അതെ അതെ വന്നോണ്ടിരിക്കുകയാണ് അമ്മ ഞാൻ. ചേട്ടാ ഒന്ന് തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒന്ന് ഫോൺ വെക്കേ പ്ലീസ്. അമ്മ ഫോൺ വെച്ചോ, ഞാൻ പിന്നീട് വിളിക്കാം.